ഒരിക്കലൊരു സ്ത്രീ പച്ച കുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, പച്ച കുത്തുന്നതിൽ തെറ്റില്ല. പച്ച കുത്തലുണ്ടല്ല കയ്യിൽ, ശരീരത്തിൽ പച്ച കുത്തുക തെറ്റില്ല. ഖുർആൻ മൊത്തം ഞാൻ വായിച്ചു നോക്കി, ഖുർആനിൽ അങ്ങനെയൊന്നും വിലക്കുന്നില്ല, അതുകൊണ്ട് പച്ച കുത്താം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ആ പെണ്ണിനോട്, നീ ഖുർആൻ വായിച്ചിരുന്നുവെങ്കിൽ നീ അത് കണ്ടെത്തിയേനെ. ലൗ ഖറഅതിഹി ലവജതിഹി, നീ ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ നിനക്ക് ഖുർആനിൽ പച്ച കുത്താൻ പാടില്ല എന്ന് കണ്ടേനെ. അപ്പോൾ പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഖുർആൻ ഫുള്ള് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ 7-ാമത്തെ ആയത്തുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കണം, പ്രവാചകൻ നിരോധിച്ചത് നിങ്ങൾ വെടിയണം. റസൂലുള്ളാഹി ലഅനത്ത് ചെയ്ത ഒരാളെ ഞാൻ എങ്ങനെ ലഅനത്ത് ചെയ്യാതിരിക്കും എന്നാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് പ്രകാരം ഖുർആനിലുണ്ട് എന്ത്, പച്ചകുത്താൻ പാടില്ല. എങ്ങനെയുണ്ട്? ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് റസൂൽ അനുസരിക്കണം, റസൂൽ പറഞ്ഞതാണ് പച്ചകുത്തരുത് എന്ന്. ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണെന്ന് ഖുർആനിലുണ്ട്. ഇങ്ങനെയാണ് സഹാബാക്കൾ ഖുർആനെയും ഹദീസിനെയും കണ്ടത്.